പച്ചക്കറികളെല്ലാം കൂടെ വാരിക്കൂട്ടി ഇട്ടേക്കുന്നത് നാളെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഉച്ചയൂണിന് അവിയൽ വേണം. അപ്പോൾ അവിയലിനുള്ള സാധനങ്ങൾ രാത്രിയേ എല്ലാം അങ്ങ് അരിഞ്ഞ് വെച്ചാൽ നമുക്ക് രാവിലെ വയ്ക്കുന്ന പാടലുള്ളൂ. അതിനിടയിൽ കുറച്ച് ഞാറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എവിടെ നിന്നൊക്കെ പറക്കി തിന്ന സാധനങ്ങളാണെന്നോ. ഇപ്പോൾ പിന്നെ അങ്ങനെ പറക്കി തിന്നാൻ പറ്റില്ലല്ലോ. നിപ്പയോ എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇത് എവിടെന്നോ കുറച്ച് പൈസയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ്. എനിക്കിതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിത് തിന്ന് കഴിയുമ്പോൾ നമ്മുടെ നാക്കെല്ലാം നല്ല പർപ്പിൾ കളറിൽ വരും. അത് നല്ല രസമാണല്ലേ. അപ്പോൾ അത് തിന്നിട്ട് നേരെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, കുറച്ച് അഗസ്തിപ്പ് ഉണ്ടായിരുന്നു. രണ്ടും കൂടെ സെപ്പറേറ്റ് വയ്ക്കാനായിട്ട് തികയില്ല. അപ്പോൾ അതിനെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ അതും അങ്ങ് അരിഞ്ഞ് തീർന്ന് ആ സമയം അമ്മ എവിടെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്നുണ്ട്. ഇപ്പുറത്ത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാളയും വഴറ്റുന്നുണ്ട്. ഇനി കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിനെ അങ്ങ് ചുട്ട് എണ്ണി വയ്ക്കാം. അപ്പോൾ അതിൽ കുറച്ച് ചപ്പാത്തി ചുട്ടാൽ മതിയല്ലോ. അതിനിടയിൽ ഇതാ ഒരു ഭീകര മഴ അങ്ങ് പെയ്തായിരുന്നു. രാത്രി ഒരു 10 മണിവരെയൊക്കെ ഈ മഴ നല്ലപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചുട്ട് തീർന്ന് മഴ ഇവിടെ പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം എന്താ ഇവിടെ ചപ്പാത്തി ബാക്കിയെല്ലാം ചുട്ടെടുത്ത് അങ്ങനെ എല്ലാ പണികളും തീർന്ന് രാത്രി നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.